സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഗസയിലെ വംശഹത്യയും ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെയുമൊക്കെ മനസ്സിൽ ഒരൊറ്റ മനുഷ്യത്വം പോലുമില്ലാതെ നിരന്തരമായി പരിഹസിച്ചുകൊണ്ട് ഇസ്രായേൽ അനുകൂല നിലപാടുകളുമായി രംഗത്തു വന്ന യുക്തിവാദിയുടെ വേഷമണിഞ്ഞ് സംഘികളുടെ പണം പറ്റി ജീവിക്കുന്ന ആരിഫ് ഹുസൈന് ഇസ്രായേലിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ്. ജൂതന്മാരുടെ പിന്തുണ തേടാൻ വേണ്ടി ഇസ്രായേലിലേക്ക് പോയതാണ് ആരിഫ് ഹുസൈൻ. അവസാനം അവിടുത്തെ ജൂതന്മാർ തന്നെ ആരിഫ് ഹുസൈനെ എടുത്ത് ഊക്കിവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു ചിത്രം എക്സിൽ പങ്കുവെച്ച് വലിയ ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആരിഫ് ഹുസൈൻ. അവസാനം ആരിഫ് ഹുസൈന് തെറിയോട് തെറിവിളി. തെറിവിളിച്ചത് മറ്റാരുമല്ല, അവിടെയുള്ള ജൂതന്മാർ തന്നെയാണ്. ഇവൻ പങ്കുവച്ച ഒരു ചിത്രത്തിന് താഴെ അവിടെയുള്ള ഒരു ഇസ്രായേലി വനിത കൊടുത്തൊരു മറുപടി ഇങ്ങനെയായിരുന്നു: ജിഹാദി ഹുസൈൻ എൻ്റെ രാജ്യത്തു നിന്നും പുറത്തു പോകൂ. ഇതായിരുന്നു ആ മറുപടി. മുസ്ലിമീങ്ങളോടുള്ള വിരോധം കൊണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചവന് തൻ്റെ പേര് ഒരു മുസ്ലിം പേരായതുകൊണ്ട് മാത്രം ജൂതന്മാരിൽ നിന്നും തെറിവിളി കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരികയാണ്. ഗസയിൽ പതിനായിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ, അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുമ്പോഴെല്ലാം അതിനെല്ലാം ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് മനസ്സിൽ ഒരൊറ്റ മനുഷ്യത്വം പോലുമില്ലാത്ത ഇവൻ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവൻ ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇസ്രായേൽ യാത്രയ്ക്കിടെ ഇവൻ അവിടെ നിന്നുള്ള ചിത്രങ്ങളും കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ജനജീവിതം സാധാരണ നിലയിലാണെന്നും അവിടെ സമാധാനപരമാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇവൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ ഈ യാത്രയ്ക്കിടയിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. ഇവൻ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികളെ പിന്തുണയ്ക്കുകയും മരണപ്പെട്ട് കിടക്കുന്ന ഗസയിലെ ജനങ്ങളെ, അതിൽ കുട്ടികളാണെന്ന് പോലും നോക്കാതെ അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ അത്തരത്തിൽ ചെയ്യുന്നവനാണ് എന്ന് ജൂതന്മാർക്ക് അറിയേണ്ടതില്ല. അവൻ എത്ര തന്നെ ഇസ്രായേലിൻ്റെ പിന്തുണ ലഭിക്കാൻ വേണ്ടി അവരുടെ കാല് നക്കിയാലും അവൻ്റെ പേര് ഒരു മുസ്ലിം പേരാണോ എങ്കിലവൻ തീർന്നു. ജിഹാദി ഹുസൈൻ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കൺട്രി, അതായത് ജിഹാദി ഹുസൈൻ എൻ്റെ രാജ്യത്തു നിന്നും പുറത്തു പോകൂ എന്നാണ് അമേലിയ എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ വനിത ഇവൻ്റെ ചിത്രത്തിന് താഴെ കൊടുത്ത മറുപടി. മുസ്ലിമീങ്ങളോടുള്ള വിദ്വേഷം തലയ്ക്ക് പിടിച്ച് നീയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നീ ഒരു മുസ്ലിം ആകണ്ട, നിന്റെ പേരൊരു മുസ്ലിം പേരാണോ എങ്കിൽ ജൂതന്മാരുടെ കണ്ണിൽ നീ ഒരു ജിഹാദിയാണ്. ഇതിവന് കിട്ടേണ്ടത് തന്നെയാണ്. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം വിരുദ്ധതയും മാനവികതയും ഇല്ലാത്ത നിലപാടുകളും സ്വീകരിക്കുന്ന മനുഷ്യത്വമില്ലാത്ത ഇവന് ഇതെല്ലാം ഇതിനപ്പുറവും കിട്ടണം. ഗസയിലെ കൂട്ടക്കുരുതികളെപ്പോലും തമാശയായി കണ്ട് പരിഹസിച്ച ഇവന് സ്വന്തം പേരിൻ്റെ പേരിൽ മാത്രം ഇസ്രായേലിൽ വെച്ച് അപമാനിതനാകേണ്ടി വരുന്നു. നാണമെന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ആരിഫ് ഹുസൈന് നിനക്ക്? നീ എത്രയൊക്കെ അവരെ പിന്തുണച്ചാലും അവരുടെ പ്രത്യയശാസ്ത്രത്തെ ന്യായീകരിച്ചാലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട നാമമുള്ള വ്യക്തികളെ അവർ എപ്പോഴും സംശയത്തോടെയും വിദ്വേഷത്തോടുകൂടിയും മാത്രമേ കാണുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ഫലസ്തീൻ ജനതയോട് ഒരു മനുഷ്യത്വവും കാണിക്കാതെ ഇസ്രായേൽ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ എക്സ് മുസ്ലിമാണോ എന്ന് നോക്കേണ്ടതില്ല. അവർക്ക് പേരിൽ ഹുസൈൻ ഉണ്ടെങ്കിൽ അവൻ ജിഹാദിയാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വിതച്ചതേ നീയൊക്കെ കൊയ്യൂ. പണത്തിന് വേണ്ടിയും മുസ്ലിമീങ്ങളോടുള്ള കടുത്ത വിരോധത്തിൻ്റെ പേരിലും ആരെയാണോ നീ പിന്തുണയ്ക്കാൻ ശ്രമിച്ചത് അവരുടെ വായിൽ നിന്ന് തന്നെ നിനക്ക് തെറിവിളികൾ കേൾക്കേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ കണ്ണീരിനെ പരിഹസിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി ലഭിക്കുന്നു. മനുഷ്യത്വമാണ് എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുകളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ഒരു ജനത അനുഭവിക്കുന്ന ക്രൂരതകളെ രാഷ്ട്രീയ ലാഭത്തിനോ വ്യക്തിപരമായ അജണ്ടകൾക്കോ വേണ്ടി ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. വിദ്വേഷത്തിൻ്റെ തീപ്പൊരികൾ നാളെ നിങ്ങളെയും തേടിയെത്താം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഞാൻ ആലോചിക്കുന്നത് ഇവന് ഈ നാണവും ഉളുപ്പും എന്ന് പറയുന്ന ഒരു സാധനമില്ലേ എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന കോയാസ്, ജിഹാദി എന്നത് തെറിയാണ്, നന്മയല്ല. നിങ്ങൾ മുസ്ലിം നാമധാരിയാണോ എങ്കിൽ നിങ്ങൾ ജിഹാദി ഭീകരനാണ്. എക്സ് മുസ്ലിം ആയിട്ടൊന്നും കാര്യമില്ല. നോക്കൂ, നാണവും ഉളുപ്പും എന്ന് പറയുന്ന ഒരു സാധനം ഇവനില്ല എന്നുള്ളത് ഇവൻ്റെ ഈ ഒരു ന്യായീകരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവൻ ഇപ്പോഴുള്ളത് ഇസ്രായേലിലാണ്. അതുകൊണ്ട് തന്നെ ആ വന്ന കമൻറ്റ് ന്യായീകരിക്കാനല്ലാതെ മറ്റൊരു മാർഗവും ഇവനുണ്ടാവില്ല. കാരണം തിരിച്ചെങ്ങാനും ആ ഒരു മറുപടി ഇസ്രായേൽ വനിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ അവിടെയുള്ള ജനങ്ങളെടുത്തിട്ട് അലക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അവരുടെ തെറിവിളിയെല്ലാം കേട്ട് മിണ്ടാതെ വായും പൊത്തി തിരിച്ച് നാട്ടിലേക്ക് വരിക. വല്ലാത്ത കഷ്ടം തന്നെ. ഒരു ദിവസം മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഇടാൻ കഴിയാതെ പോയാൽ ഇവൻ ഇസ്രായേലികൾക്ക് മാത്രം
അല്ല, ഇവിടെയുള്ള സംഘികൾക്കും ഇവൻ സുഡാപ്പിയും ജിഹാദിയുമായി മാറും. രാമസിംഹൻ എന്ന് പറയുന്ന സംഘിയുടെ അവസ്ഥയും നമ്മളെല്ലാവരും കണ്ടതാണ്. സംഘികളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഈ രാമസിംഹൻ എന്ന് പറയുന്നവൻ എത്രയെത്ര മുസ്ലിം വിരുദ്ധതയാണ് നടത്തിയത്. അവസാനം എന്തായി? അവൻ മുമ്പ് ഒരു മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് മാത്രം സംഘികളുടെ കണ്ണിൽ അവൻ പിന്നീടൊരു കോയയായി മാറി. ഇത്രയേ ഉള്ളൂ ഇവന്മാരുടെയൊക്കെ അവസ്ഥ. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ വെച്ച് ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: മൊസാദുമായുള്ള ചർച്ച വിജയകരം. സംഘികൾ തരുന്നതിനേക്കാൾ 72% അധികം ഫണ്ടും പിന്തുണയും നൽകാമെന്ന് കബൂൽ ചെയ്യിപ്പിച്ചു. ഇത്രയും കാലം സംഘികളുടെ എച്ചിൽ നിന്ന് ജീവിച്ചവന് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഓഫർ ഇനി എങ്ങാനും ഇവന് വന്നാൽ ഇനി ഇവൻ ഇത്രയും കാലം കൂടെ നിന്ന സംഘികളെ വരെ ചിലപ്പോൾ ഇവൻ തള്ളിപ്പറയും. അതുകൊണ്ട് സംഘികളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. മാസങ്ങളോളം നൊന്തു പ്രസവിച്ച പോറ്റു വളർത്തിയ സ്വന്തം മാതാവിൻ്റെ മൃതദേഹത്തെ പോലും അപമാനിച്ചവനാണിവൻ. ഇതിലും ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാവുകയില്ല. സ്വന്തം അസ്തിത്വം മറച്ചുപിടിക്കാൻ സംഘിയേക്കാൾ വലിയ സംഘിയായി ചമഞ്ഞ് മരിച്ചു കിടക്കുന്ന ആ ഉമ്മയുടെ ശരീരത്തിൻ്റെ ചൂടാറ് മുന്നേ ആ ഉമ്മയെക്കുറിച്ച് അറപ്പുളവാക്കുന്ന വിധത്തിൽ തെറിയഭിഷേകം നടത്തിയ ഇവന് ഇതിലും വലിയൊരു ഗതികേടിനി വരാനില്ല. ഇവനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇസ്ലാം തകരാൻ പോകുന്നു എന്നൊക്കെ നാഴേക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇവൻ്റെ പതിവ് ശൈലി. ഇനി ഇവനല്ല, ഇവൻ്റെ കൊമ്പത്തെ കൊമ്പന്മാർ വിചാരിച്ചാലും ഇസ്ലാമിനെ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ല. ഇവനേക്കാൾ വലിയ പണവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ഫിറഔനും നമ്രൂദും അടക്കമുള്ള എത്രയോ വലിയ ധിക്കാരികളായ ഭരണാധികാരികൾ വിചാരിച്ചിട്ട് പോലും ഇസ്ലാമിനെ ഒരു ചുക്കം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണ് ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഇവനൊക്കെ. ഇതുപോലെ മറ്റൊരുത്തരും കൂടിയുണ്ട്, ഫസൽ കാരാട്ട് എന്ന് പറയുന്നവൻ. അവനും ഇതുതന്നെയാണ് സ്ഥിരം പരിപാടി. സംഘികളുടെ പണം പറ്റി മുസ്ലിം വിരുദ്ധത സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി, ലോകത്ത് ഏകദേശം 2 ബില്യൺ മുസ്ലിമുകളുണ്ട്. അത്രയും ബില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്ന ആ ഇസ്ലാമിനെയാണ് ഈ ഇട്ടാവട്ടത്ത് കേരളത്തിൽ കിടന്ന് ഇസ്ലാം തകരാൻ പോകുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞു നടക്കുന്നത്. അതറിയാതെ സംഘികളും ഇവൻ്റെയൊക്കെ വലയിൽ വീണു പോവുകയാണ്. ഒരു ഭാഗത്ത് ഇവനെ പോലെയുള്ള ഇസ്ലാമിക വിരോധികൾ ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാക്കി ഇസ്ലാമിനെതിരെ തെറ്റായ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ, മറുഭാഗത്ത് ആ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിന് നേരെയുള്ള വിമർശനങ്ങളും ആക്രമണങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് പ്രവാചകന്റെ കാലത്തോളം പഴക്കമുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്ന ആ നിമിഷം മുതൽ അന്നത്തെ ഭരണാധികാരികളും ഗോത്രത്തലവന്മാരും ഇതിനെ ഇല്ലാതാക്കാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല. ശാരീരികമായ മർദ്ദനങ്ങൾ, സാമ്പത്തികമായ ബഹിഷ്കരണങ്ങൾ, കള്ളപ്രചാരണങ്ങൾ, കവികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അപകീർത്തിപ്പെടുത്തലുകൾ, അങ്ങനെ സർവ്വ അടവുകളും അവർ പയറ്റി. എന്നിട്ടും ഇസ്ലാമിനെ തകർക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ലോക പ്രശസ്തമായ പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം അത് ഇസ്ലാം മതം എന്നാണ്. ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ കിട്ടുന്ന പൈസയ്ക്ക് നല്ല വെടിപ്പായി പണി ചെയ്യുക. ഇസ്ലാം അതിൻ്റെ വഴിയിൽ വളർന്നുകൊണ്ടേയിരിക്കും.